അല്ല നാരായണി, പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല, പയ്യനെയും കാണുന്നില്ല, ആന മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെ അങ്ങനെ മുട്ടടിക്കല്, പൈക്കാണെങ്കിൽ അതുമില്ല. തിരക്കില് തോന്നില്ലടാ. വിദ്യ, നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങള് പോയിക്കോ, എനിക്ക് മനസ്സിനൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി, നീ പോയിട്ട് വാടാ. പറഞ്ഞല്ല, അന്നത്തിന്റെ മുമ്പിലും നമ്മ ബലം പിടിച്ചുവിട്ടാ. കാവിന്റെ കൂടെ പോലെ ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കടാ. എന്തെല്ലാന്ന് നന്നായിട്ട് തോന്നല്ലോ അല്ലേ? വിദ്യ നല്ല മണം. എടുത്തില്ലേ? എന്തായി വിദ്യ, നിന്റെ കല്യാണമല്ല? കുഴപ്പമില്ല, നോക്കുന്നുണ്ട്. നടന്നാ മതി, നോക്കി പഠിച്ചോ. അടുത്തത് നിന്റെയാ. ഇലടുത്ത് മാറ്റി നിങ്ങൾ കേട്ടിരുന്നോ? പറയട്ടാ. ഭക്ഷണം കഴിച്ചിട്ടെടുക്കാൻ മതി. കാലുണ്ട് നോക്കിയാ കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വിദ്യ, വയസ്സായവരല്ലടാ. ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വാ, പ്രായമുള്ളവരല്ലേ, എണീച്ചെടുത്ത്. വിദ്യാട്ടാ എങ്ങനെ വല്ലല്ല തിന്നിട്ട് പോടാ. ഇന്നെന്തിനാ എണീച്ചിനി? പ്രായമായ അമ്മയിലടാ. ഈ എന്തിന്ന് ആ തോണ്ടി നമുക്ക് എപ്പോയില്ല പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതുന്നു. കുറച്ച് വെള്ളം നിന്നേ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ ഇവിടെ പ്രശ്നമായിട്ടില്ല, വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിലെ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? വെള്ളത്തിട്ടിട്ടുണ്ടല്ലേ, ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട കണ്ട, ഇതെല്ലാം വെക്കണോ? എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേലും വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങൾ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി, ഭക്ഷണം കുറച്ച് വെള്ളം വെള്ള ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെന്നീ കാണിക്കുന്നത്. പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോ നിൽക്കും. ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. ഓന്റെ ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. പെണ്ണേട്ടാ, നിങ്ങളെ പന്നി ഫാമിലി മേച്ചിട്ട് ഡിങ്കോൾഫിയാന്നല്ല ന്യൂസ് കേട്ടല്ലേ? ഇവർക്ക് അതെല്ലാം അറിയാ. അതെ, ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ വയറ്റുണ്ട്. കണ്ണാട്ടാ, ഇതൊന്നും നോക്കിയട്ടെ. നോക്കിയാലേ എടാ, നിന്റെ ആടിന്റെ പ്രശ്നം കണ്ണിന് കുത്തിറക്കി. ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാനോ പറഞ്ഞത്? കൊട്ടോ.
പോട്ടാ ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയണ മോനെ, നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട, ഇപ്പെങ്കിലും കാര്യം മനസ്സിലായത് നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി, പിള്ളേർ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നേരം നിങ്ങൾ വന്നേതാമോട്ടാ. നീ ഒറ്റ കാരണത്തള്ള ഓരോ സ്ഥലത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല, പണികളില്ലേ? ഓനെന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ളാക്കും ഞാൻ. നീ എല്ലാ വീഡിയോ പിടിച്ചേ അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി? അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഏനി അങ്ങനെ കുന്ത്രാന്റെ അടുത്ത് മൂന്ന് തോട്ടത്ത് കാരണം തള്ളയാ ഞാൻ നീ ഇതെല്ലാം ഒപ്പിച്ചിനി എടുക്കണേ. കണ്ടാ, നീ വെറുതെ നാരായണനെ പറയണ്ട, ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. വിദ്യാധരനാ? ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേയിലേക്ക് ഉന്തി വിട്ടത്. ഓന് പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കിന്? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാടോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. വിദ്യ സുധേട്ട, ഓനെ തല്ലനെ കൊല്ലേ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനോ? കണ്ട് പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടുള്ളവരാന്നേ. എന്ത് കാര്യം അറിയാനോടോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ടെന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? നിങ്ങൾ ചൊറപ്പിച്ച കല്യാണം മുടക്കുക? മുടക്കും, എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ, അത് ഞാൻ കാണിച്ചു. എന്റെ മെമ്മറി കാർഡ് നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ. ഒരു മാസത്തിനുള്ളില് ഞങ്ങള് കണ്ണന്റെ കല്യാണം നടത്തുക, അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് ഒരു മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളില് വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ? പറയുന്ന മുഴുവൻ കേട്ട് വായിച്ചാളെ ഇറക്കടാ. 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്ര ഓൻ പറയട്ടെ. എന്തരാ നാക്കിറങ്ങിപ്പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റിയില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ, ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടയ്ക്ക് പോക്കും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും, ഇത് ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കളയാട്ട് ഈറ്റൊക്കെ കുറെ നടത്തും, അത് സ്വപ്നത്തില്. സമ്മതാണ്. നിങ്ങൾ പണി അറിയിക്കോ? നമ്മയും തുടങ്ങി. ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ. ഓടാ ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ?